ഈ അറബ്സിന്റെ സ്ഥലത്ത് പോയാൽ അവർ ചിലപ്പോൾ പീഡിപ്പിക്കും, അവരെ കൊന്നുകളയും എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. അവൾക്ക് പിന്നെ ഞാൻ ഈ ഗേറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഗേറ്റിലൂടെ ഉള്ളിലോട്ട് കയറുന്നത്. അല്ലേ, ഐ ആം ഓൾസോ വെരി ഫേമസ് ഓൺ യൂട്യൂബ്. ഐ ആം വെരി ഫേമസ്. You are welcome. Thank you. Bye bye. Bye bye. Shukran, shukran. മസലാമ ആയിട്ടുള്ള പലസ്തീനി ഡ്രസ്സാണ് കേട്ടോ പെൺകുട്ടികളൊക്കെ ഇടുന്നത്. ഇവിടെ നമ്മുടെ പൈനാപ്പിളൊക്കെ ആണ് കേട്ടോ, നല്ല അടിപൊളി പൈനാപ്പിളൊക്കെ വിൽക്കുന്ന കാഴ്ചയാണ്. പിന്നെ എല്ലാവരും പള്ളിയിൽ വന്ന എല്ലാ ആൾക്കാരും സാധനം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാ. അങ്ങനെ നമ്മുടെ മസ്ജിദുൽ അക്സയെ ഇവിടെ പറഞ്ഞുകൊണ്ട് പോവാണ്. മസലാമ. ഇത് ഏത് ഗേറ്റാണെന്ന് മനസ്സിലാവുന്നില്ല, കുറേ ഗേറ്റുകളുണ്ട്. എൻ്റെ അമ്മ, ഇവിടെ ഫുള്ള് സൂക്കാണല്ലോ, അടിപൊളി. നമ്മുടെ 700-നും 1200 കാലഘട്ടത്തിനും ഇടയ്ക്കുള്ള സൂക്കാണ് കേട്ടോ. എൻ്റെ അമ്മ, ഇവിടെ ആളുകൾ ഇതാണ്ട് ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കാഴ്ചയാണ്. കൊള്ളാം കേട്ടോ. ഇനി ഞാൻ ആക്ച്വലി വന്ന ഏതിലേക്കൂടെ എന്ന് വെച്ചാൽ, ഇവിടെ ഏത് വഴി കയറണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് കടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ ഗേറ്റിൻ്റെ അവിടെയും കുറേ വലൈക്കും അസ്സലാം. ഇന്ത്യ. Yeah, Muslim. Ashhadu an la ilaha illallah wa ashhadu anna Muhammadar Rasulullah. You alone or with somebody? Alone. Alone? Yeah. You was inside? Yeah, I just went there. You pray to her here? Yeah. Now I just Which went gate there. you come? Damascus. Damascus gate? Yeah. Okay. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടുത്തെ പള്ളിക്കാരാണ് കേട്ടോ, പള്ളിയില്ലാത്ത അതോറിറ്റി ആണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് പട്ടാളക്കാരന്മാർ ഇവിടെ രണ്ടുപേരും ചോദിക്കും കേട്ടോ, നിങ്ങൾ മുസ്ലിം ആണെന്ന്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇപ്പം എനിക്കൊന്ന് പള്ളിയിലായിരിക്കണം, പള്ളിയിലെ സെക്യൂരിറ്റിക്കാരായിരിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചു ഷഹാദത്ത് പറയാൻ. ഷഹാദത്ത് എന്ന് പറയാം. ഷഹാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ പ്രവാചകനിൽ വിശ്വസിക്കുന്നു, അള്ളാഹ് എന്ന് പറയുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, മുഹമ്മദ് അല്ലാതെ മറ്റൊരു പ്രൊഫറ്റില്ല, അള്ളാഹ് അല്ലാതെ വേറൊരു പ്രൊഫറ്റില്ല എന്നുള്ള ഒരിതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് പറയിപ്പിച്ചിട്ടാണ് കേട്ടോ എന്നെ കയറ്റിയത്. ഈ ഒരു ഗേറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമസ്കരിക്കുന്ന സംഭവങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തും കുറേ മസ്ജിദുൽ അക്സ പള്ളിയുടെ ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഡോം ഓഫ് ദ റോക്കിൻ്റെ ചെറിയ സിഗ്നേച്ചറും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ ആക്ച്വലി എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നേരെ റിക്ക അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റിക്ക വെയിറ്റ് ചെയ്തിട്ട് റിക്കയും പോയിട്ട്, ഞാൻ പട്ടാളക്കാരന്മാരെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, റിക്ക അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നെ കാത്ത് റെസ്റ്റോറൻറ്റിൽ. അവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഹലോ, ഓയ്യോ, ആളുകൾ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര അതുപോലെ ചിരിക്കുന്നുണ്ട്. നമ്മുടെ പൊതിയനയിലേക്കാണല്ലോ വിൽക്കുന്നത് ഇവിടെ. നമ്മുടെ ഫലസ്തീനുമായിട്ടും ജെറുസലേമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബാഗുകൾ ഇവിടെ ഫുള്ള്. നമ്മുടെ ജ്യൂസ് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. നമസ്കാരം കഴിഞ്ഞിട്ട് ഇതുപോലുള്ള കഴിക്കുന്ന ഭക്ഷണശാലകളിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇതുപോലത്തെ ക്ലോത്ത്സ്, ബാഗുകളൊക്കെ സംഭവം ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫലസ്തീനി ഡ്രസ്സാണ് കേട്ടോ പെൺകുട്ടികളൊക്കെ ഇടുന്നത്. ഇവിടെ വേണ്ട ഇവര് എന്തോ ടൊമാറ്റോ എന്തോ വിൽക്കുവാണ് കേട്ടോ ഫുള്ളായിട്ട്. ഞാനോ മുസാഫിറിനോ? അതെ, ശുക്രാൻ. قلبك بالطيب. اي كرتونه ب10. اي كرتونه ب10. 10 ഇവിടെ നമ്മുടെ പൈനാപ്പിളൊക്കെ ആണ് കേട്ടോ, നല്ല അടിപൊളി പൈനാപ്പിളൊക്കെ വിൽക്കുന്ന കാഴ്ചയാണ്. പിന്നെ എല്ലാവരും പള്ളിയിൽ വന്ന എല്ലാ ആൾക്കാരും സാധനം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാ. അങ്ങനെ ഡമാസ്കസ് ഗേറ്റിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി എല്ലാ ആൾക്കാരും വീട്ടിൽ പോകുന്ന കാഴ്ചയൊക്കെയാണ്. എന്നെ കാത്ത് പാവം ഇവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. How are you? Long time no see. Long time. Oh, I miss you. Miss you too. Long time. ഒരു 1.5 മണിക്കൂറായി. അതിനുശേഷമാണ് കേട്ടോ എല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കാഴ്ചയാണ്. നമസ്കാരം കഴിഞ്ഞ് ഇന്നലത്തെ നമ്മളെ കുറച്ച് സ്വീറ്റ്സും തൂണ കുബൂസ്
അതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്തൂടെ ഇത്രയും വയസ്സായിട്ട് 22 വയസ്സായിട്ടുള്ള റിബുക്ക ഇതുവരെയായിട്ടും പോയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതിലേക്കൂടെ കയറിയിട്ടില്ല. ഈ കാണുന്നത് മുസ്ലിം ക്വാർട്ടറാണ്. ഇവിടെ 4 ക്വാർട്ടറുണ്ട്. മുസ്ലിം ക്വാർട്ടേഴ്സ്, അർമേനിയൻ ക്വാർട്ടർ, ക്രിസ്ത്യൻ ക്വാർട്ടർ, ജൂയിഷ് ക്വാർട്ടർ, അങ്ങനെ 4ആയിട്ട് തിരിച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് മുസ്ലിം ക്വാർട്ടറാണ്. ആ കാണുന്ന ഭാഗത്താണ് നമ്മുടെ അൽ-അക്സ മോസ്കും ഈ ഒരു മാർക്കറ്റും ഡമാസ്കസ് ഗേറ്റും അങ്ങനെയൊക്കെ ഉള്ളത്. വെൽക്കം വെൽക്കം. I entered this gate before you. You know, it's history. അവൾക്ക് പിന്നെ ഞാൻ ഈ ഗേറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഗേറ്റിലൂടെ ഉള്ളിലോട്ട് കയറുന്നത്. Now I am part of your history, you know. ഞാൻ അറിയാതെ ഒരു അമ്മുമ്മയുടെ ഫോട്ടോ എടുത്തു. അറിയാതെ ഞാൻ ഒരു അമ്മുമ്മയുടെ ഫോട്ടോ എടുത്തു കേട്ടോ. പുള്ളിക്കാരി എൻ്റെ ഫോണ് വാങ്ങിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വിട്ടത്. Instagram, YouTube. Yeah. You have TikTok? Yeah. Okay. She's very strong. You're famous? What's your name in TikTok? Hailey. Hailey. I'm also very famous on YouTube. I'm very famous. Thank you so much. Nice to meet you. On Instagram like 600,000. On YouTube like 800,000. Okay. Almost like 1 million. See you. Bye bye. കുറച്ച് മലയാളി ചേട്ടന്മാരെയൊക്കെ കണ്ടു. ഇവിടെ എല്ലാം നമ്മുടെ ഹൂദ് മണക്കുന്ന സംഭവങ്ങൾ ഇവിടെ വെച്ച് നല്ല മണം കേട്ടോ ഈ കടയിലെല്ലാം. നമ്മൾ വീണ്ടും ഞാൻ നേരത്തെ വന്ന മാർക്കറ്റിലോട്ടാണ് വന്നത്. ഇപ്പോൾ വന്നപ്പോൾ ഒരു തിരക്കുമില്ല. ഇവിടുത്തെ മുട്ടായികളൊക്കെ കാണാൻ എന്ത് തരത്തിലുള്ള മുട്ടായി എന്തോ എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. കുറേ പഞ്ചാര മുട്ടായികളാണ്. ഇത് മറ്റേ ഇവിടുത്തെ സ്വീറ്റ്സ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ പേര് ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് മുസ്ലിം അല്ലാത്തതുകൊണ്ട് ഇവരെ ഒന്നും കയറ്റി വിടുന്നില്ല കേട്ടോ. എന്താ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. Finally, you see this for first time? Yes. With me? I saw many pictures. But for the real, in your first time. റിബ്കയുടെ ചിത്രമാണ് കേട്ടോ എല്ലാവരും എടുത്തോണ്ടിരിക്കുന്ന. റിബ്കയെ മോഡലാക്കിയിട്ട് ഇവിടെ നിന്ന് ചിത്രം എടുക്കുവാണ്. റിബ്കയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതുപോലെ നമുക്ക് പൈസ ആകായിരുന്നു മോഡലാവാൻ വേണ്ടി. What's your name? കുര്യാദ്. Nice to meet you. Nice to meet you. അല്ലേ എല്ലാ പട്ടാളക്കാരന്മാരായാലും ഇവര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. എല്ലാവരും നോക്കിയിട്ടാണ് കേട്ടോ ഇവര് വിടുന്നത്. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ ജൂയിഷ് ക്വാർട്ടറിലോട്ടാണ്. വെൽക്കം ടു ദ വെസ്റ്റേൺ വാൾ. ഇങ്ങോട്ട് നമ്മൾ കയറുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു ചെറിയൊരു ചെക്ക് പോയിന്റ് ബാക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്യും. നമ്മൾ ഈ ഗേറ്റിലൂടെ വന്നിട്ട് നമ്മൾ അവസാനം താണ്ടെ നമ്മുടെ വെസ്റ്റേൺ വാളിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ജൂത വിശ്വാസത്തിൽ വെസ്റ്റേൺ വാളിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വെസ്റ്റേൺ വാൾ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ആളുകൾ പോയിട്ട് ജൂത വിശ്വാസികളൊക്കെ പോയിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ മുമ്പ് ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇവരുടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഇവരുടെ 2ാമത്തെ ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രം പണ്ട് ഈ റോമൻസ് യൂറോപ്പിൽ നിന്ന് വന്നപ്പോൾ അവർ ക്രിസ്തു മതമാണല്ലോ കൊണ്ടുവന്നത്. അവർ വന്ന് ഇതെല്ലാം തകർത്ത് കളഞ്ഞതിന് ശേഷം അവർക്ക് ആകെയുള്ള അടുത്തുള്ള ഒരു സംഭവം ഇതാണ്, ഈ ഒരു വാളാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് പ്രേ ചെയ്യുന്നു. ആ ഒരു ഇതാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും പട്ടാളക്കാരന്മാരാണ് കേട്ടോ. സുരക്ഷയ്ക്ക് വേണ്ടി എല്ലായിടത്തും പട്ടാളക്കാരന്മാർ തോക്കിൽ ചൂണ്ടി നിൽക്കുന്നത് കാണാം. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി വൈബ്. ഈ ഒരു ഭാഗം നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് കൈ കഴുകാനും മറ്റുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മൊത്തം സംഭവങ്ങൾ. ഇവിടെയും നമുക്ക് കൈ കഴുകാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന. പള്ളിയിൽ പോകുന്നുമ്പേ ഇവിടെ നമ്മുടെ കിപ്പ് ഉണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് കിപ്പ് എടുത്ത് വയ്ക്കാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കിപ്പ് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇത് പറന്നു പോകുമെന്തോ അള്ളാഹ്ക്കറിയാം. ഇവിടെ നിന്ന് നമ്മുടെ ജൂതമത വിശ്വാസികൾ ആരാധിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലേ അവർ ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. കയ്യിലും തലയിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് അത് അവരുടെ പ്രാർത്ഥനാ സംഭവമാണ്. ദൈവത്തിൽ നിന്നും ആളുകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവർ എഴുതിയിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അതാണ് കേട്ടോ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്.
അവരൊക്കെ അവരുടെ പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇതാണ് കേട്ടോ. തോറ വായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ മകനും അവരുടെ ആ കൃത കണ്ടില്ലേ എത്രത്തോളം നീട്ടിയാണെന്ന്. ഇതിൻ്റെ അടുത്തായിട്ട് മുമ്പുണ്ടായിരുന്ന ഒരു ടണലിനെ അവരിപ്പോൾ അവരുടെ പ്രാർത്ഥനാ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് കുറേ വർഷങ്ങളായിട്ട് പണ്ട് മുതലേ പ്രാർത്ഥനാ കേന്ദ്രമായിരുന്നു. പണ്ട് ഇതൊരു ടവറായിരുന്നു. ഇത് വെസ്റ്റേൺ വാളിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ കുറേ ആളുകൾ ഇന്ന് പ്രാർത്ഥന നടത്തുന്ന കാണാം. മുഴുവൻ എന്താ പറയുക ആരാധനയിൽ മുഴുകി നിൽക്കുന്ന ആൾക്കാരെയാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇവരാരും തന്നെ ആൻഡ്രോയിഡ് ഫോണൊന്നും ഉപയോഗിക്കില്ല. എല്ലാവരും ഉപയോഗിക്കുന്ന ചെറിയ കീപാഡ് സെറ്റ് മാത്രമാണ് കേട്ടോ. ഇവർ മൊബൈലിലൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളല്ല. അതാണ്ട് കണ്ടില്ലേ, ഇതൊക്കെയാണ് അവരുടെ വേദഗ്രന്ഥങ്ങളുടെ ഒരു നിലവറ. ഇവിടെ നമ്മുടെ ലൈബ്രറി പോലെ ഇവരുടെ ആരാധനാലയത്തിൻ്റെ പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഭാഗമെല്ലാം കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ വേറൊന്നെന്ന് പറയുമ്പോൾ ഇവിടെ മുസ്ലിമായിട്ടും എനിക്ക് പോകാൻ പറ്റി. ആരും ചെക്ക് ചെയ്യാനൊന്നും വന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ അവരുടെ മതത്തെ വേറെ നിന്ദിക്കുന്ന രീതിയിൽ അങ്ങനെ അധികം പോയില്ല. പിന്നെ കുറേ ഫോട്ടോഗ്രാഫർമാരെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പോയത്. അത് കുറച്ച് നല്ലതല്ലായിരുന്നു. ബട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരാൻ. പക്ഷെ അതെനിക്ക് വരാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഒരു മുസ്ലിമായിട്ടുള്ള ഞാനിവിടെ വെസ്റ്റേൺ വാളിൽ ഇവരുടെ ജൂതമതത്തിൻ്റെ ആരാധനാലയ പ്രദേശത്ത് നിൽക്കുവാണ്. അതേസമയം അമുസ്ലിങ്ങൾക്ക് മസ്ജിദുൽ അഖ്സ പോകാനായിട്ട് ഭയങ്കര പാടാണ്. ഇവിടെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. ആ കാണുന്ന ഭാഗമാണ് കേട്ടോ നമ്മുടെ മസ്ജിദുൽ അഖ്സ. ആ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമ്മുടെ മസ്ജിദുൽ അഖ്സ. ഈ കാണുന്ന അതിൻ്റെ പുറകു ഭാഗമൊക്കെയാണ്. ഇവിടെ നമുക്ക് ചെക്ക് പോയിന്റും ഇതിലേയും കൂടെ നമുക്ക് എൻട്രൻസ് എന്തൊക്കെയാണ്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി പുറത്ത് വേറൊരു ഗേറ്റ് വഴി പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇത് ഡങ്ക് ഗേറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. ഡങ്ക് ഗേറ്റ് എന്നാണ് ഈ ഗേറ്റിനെ പറയുന്നത്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഫുള്ളൊരു കോട്ടം അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു നഗരമാണ് ഇത്. അങ്ങ് മലമുകളിൽ കാണുന്നത് നമ്മുടെ ഗ്രേവ് യാർഡാണ്. പിന്നെ ഇവിടെ നമുക്ക് ജെറുസലേമിൻ്റെ പുറത്തുള്ള വീടുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നടന്ന് വഴിയിൽ കണ്ട രണ്ടുപേരുടെയും കൂടെ കൂട്ടി അവരിപ്പോൾ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. ദമ്പതികളാണ്. അവരെയും കൂടെ കൊണ്ട് നമ്മളൊരു ചെറിയൊരു പുഴയിലോട്ട് പോവാണ്. ഒരു കുട്ടിയുടെ അടുത്ത് വഴി ചോദിച്ചിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് ഹലോ സലാം അലൈക്കും വീട്ടിൽ വന്ന് വഴി ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ വീട്ടിൽ നേരെ വിളിച്ചുകൊണ്ട് ഈ ചായ ഒടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവിടെ നമ്മുടെ അലക്സയുടെയും പള്ളിയുടെയും പിന്നെ ഏതാണ്ട് ഇവിടുത്തെ പലസ്തീൻ ഇവിടുത്തെ നഗരത്തിൻ്റെ ഒരു ജെറുസലേമിൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവരുടെ ഒരു വീട് നല്ല രസമുണ്ട് കേട്ടോ. ഞാനിവിടെ അവർ വന്ന് ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഹലോ അസ്സലാമു അലൈക്കും. Alaikum salam. What is your name? My name is Abed and I live in Silwan, you know. Silwan in Jerusalem. Yeah. Silwan or Ir David, you know. Oh, okay. And actually we are living here above a place, it's called Ma'ayan Agichon. Oh, okay. You know Ma'ayan Agichon? My name is Mahin. Ahla wa sahla. Ahla wa sahla. So Ma'ayan Agichon is it's kind of a spring, you know, that was used once to as a
to supply the city with water. So this was the main water supply in Bakodem. In the old time. On the old time. 2,000 years, How's the tea? even more. Good. You see, താങ്ക് യു സോ മച്ച്. ശുക്രാൻ. you are welcome. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ അടുക്കള. We are happy to have you over here, you know, താങ്ക് യു സോ മച്ച്. as a guest. And if you ever come back, my house is open for you and for your friends. താങ്ക് യു സോ മച്ച്. You're welcome. So I bring thousands of people. No problem. Okay. As long as I have the time for it, because sometimes people they call me, oh, can we come? I told them, no, you can't. Because, you know. ഇവിടെ എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് ചായയൊക്കെ കുടിച്ചോണ്ട്. ഇത് നമ്മുടെ ഡേറ്റ്സിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ചിപ്സും ഉണ്ട് ഇവിടെ. 5 years. You are 5 years old? Yes. What's your name? Your name? Name? I'll show your name. Winty, your name. Sadina. Your name? Sadina Mardina. Ana. Rebecca, she's Ima Shilano. Rebecca. We are ready to go. Yes. Thank you so much for everything. You are welcome. Thank you. Main. Bye-bye. Main. Bye bye. Name is Moin. Shukran. Masalama. Name is Moin. Bye bye. See you. Take care. Take masalama. അങ്ങനെ നമ്മള് പുള്ളിക്കാരൻ്റെ അവിടെ നൈസ് കേട്ടോ, അടിപൊളി. താങ്ക് യു ഫോർ ദ ഗുഡ് ടൈം. യു നോ വി ആർ സോ ഹാപ്പി ആൻഡ് കം ടു കേരള. I will. We hope so. നോട്ട് ഓൺലി US, കം ടു കേരള ആൾസോ. പുള്ളിക്കാരൻ കുറേ പ്രാവശ്യം US പോയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയായത് കാരണം പുള്ളിക്കാരൻ ഇവർക്ക് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ജെറുസലേമിൽ അറബാണല്ലോ. ഇവർക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതായത് ഇവർക്കെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ മാത്രമേ പോയിട്ട് തിരിച്ചു അതിനുള്ളിൽ വരണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവരുടെ ID ഇവർ എന്താ പറയുക അത് ക്യാൻസൽ ചെയ്ത് കളയും, അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ട്. ബൈ ബൈ. അതായത് ഇവർ അറബായതുകൊണ്ട് മാത്രം ഇവർക്ക് ഇപ്പം 365 ദിവസം ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വന്നാൽ അവർക്ക് തിരിച്ചു വന്നാൽ പ്രശ്നമാവും. അതേസമയം ഒരു 300 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചകത്ത് കയറിയിട്ട് വീണ്ടും പിന്നീട് എപ്പോഴെങ്കിലും പോകുമ്പോൾ പോവാം. അങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയുക ഇതുണ്ട് കേട്ടോ സംഭവം. നമ്മളിനി പോകുന്നതെന്ന് പറയുമ്പോൾ റിബ്കയുടെ അമ്മയുടെ റൺ ബേബി റൺ. ബൈ ബൈ ടാറ്റാ. നമ്മള് റിബ്കയുടെ കൂടെ ഷബാത്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. ഷബാത്ത് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച സൺസെറ്റ് മുതൽ ശനിയാഴ്ച സൺസെറ്റ് വരെ ഇവരൊരു പണിയെടുക്കൂല, റെസ്റ്റ് എടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ജൂതമതത്തിൽ ഷബാത്ത് എന്ന് പറയുന്നത്. അയ്യോ തളർന്നു. ഇതാ വെയിലടിക്കുന്ന ഈ ബിൽഡിങ്ങുകൾ കാണാൻ, വീടുകൾ കാണാൻ എന്ത് മനോഹരം. റിബ്ക ആക്ച്വലി നമ്മൾ ചെക്ക് പോയിന്റ് കടന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നമ്മളൊരു പുഴ നോക്കി വന്നാണ്. അപ്പോൾ ചെക്ക് പോയിന്റ് പുള്ളിക്കാരി ജൂയിഷ് ആയതുകൊണ്ട് ചെക്ക് പോയിന്റിൽ ആ പട്ടാളക്കാരൻ പറഞ്ഞു നീ എന്തിനാണ് പോകുന്നത്, അവിടെ ഡേഞ്ചറാണ്. പുള്ളിക്കാരിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെട്ടോട്ടോ. അതായത് ഇവരുടെ മനസ്സിലൊരു സാങ്കല്പികമുണ്ട് ഈ അറബ്സ് ഉള്ള എല്ലാ സ്ഥലവും പ്രശ്നമാണ്, പേടിയാണെന്ന്. ആദ്യമായിട്ടാണ് ആദ്യമൊന്ന് നേരാവട്ടെ. പിന്നെ റിബ്ക ആദ്യമായിട്ടാണ് കേട്ടോ ഒരു അറബിൻ്റെ വീട്ടിൽ ഇതുപോലെ പോകുന്നത്. കാരണം ഇവരൊന്നും പോവാറില്ല. തളച്ചു മാറില്ല. അതായത് ഇവരുടെ എല്ലാം മനസ്സിൽ സങ്കല്പത്തിൽ എന്ന് പറയുമ്പോൾ ഈ അറബ്സിൻ്റെ സ്ഥലത്ത് പോയാൽ അവർ ചിലപ്പോൾ പീഡിപ്പിക്കും, അവരെ കൊന്നുകളയും എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. അതുകൊണ്ടാണ് ഇവരങ്ങനെ പോവാറില്ല. ഇവരങ്ങനെയാണ് കേട്ടോ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് എന്താ പറയുക, നമ്മൾ ബെന്യാമിൻ്റെ വാക്കില്ലേ, നാം അനുഭവിച്ചറിയാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇവളുടെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഈ സ്ഥലത്ത് വന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ എന്ത് നല്ല അടിപൊളി ഫാമിലിയാണ് ഇൻവൈറ്റ് ചെയ്ത് ചായ എല്ലാം തന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഹലോ. Say hi. Hi. What's your name? Michal. My name is Michal. ഇതാണ് നമ്മുടെ മിഹാല്, നമ്മുടെ റിബ്കയുടെ സിസ്റ്റർ ആണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, മുഖം നോക്കി, രണ്ടുപേരും സെയിം കോപ്പി. നൈസ് ടു മീറ്റ് യു. താങ്ക് യു സോ മച്ച്. നമ്മളങ്ങനെ മിഹാലിൻ്റെ കൂടെ നമ്മൾ വണ്ടിയിലിരുന്ന് ഇതിന് പോവാണ് കേട്ടോ, ഡിന്നറിന് ഷബാത്തിന് വേണ്ടി പോവാണ്. മിഹാല് പറക്കുവാണല്ലോ.
You driving so fast. Oh, because Shabbat is soon. Oh, ഷബാത്ത് സൂണാണ് കേട്ടോ. സൺസെറ്റിന് മുന്നേ പോണം. ഈ കാണുന്നതൊക്കെ നമ്മുടെ പലസ്തീനിയൻ പാർട്ടാണ് കേട്ടോ. അവരിതുപോലെ മതില് വെച്ച് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് മതില് വെച്ച് എല്ലായിടത്തും ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഇവർക്കൊന്നും അധികം പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എനിക്ക് വേണമെങ്കിൽ പോകാൻ കഴിയും. അത് ഫുള്ള് പലസ്തീനിയൻ പാർട്ടാണ് കേട്ടോ. മൈ ജോബ് അതിന്റെ തൊട്ടടുത്തുള്ള റോഡ് ഇതുപോലെ അവർക്ക് പട്ടാളത്തിന് പോകാൻ വേണ്ടിയാണ് കേട്ടോ. രണ്ട് സൈഡും മതിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയില് കാണണമെങ്കിൽ ഇതാണ് മക്കളെ, ഇതാണ് കണ്ടോളൂ. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയില് കണ്ടില്ല. അവരെ അടച്ചു പൂട്ടിയിട്ടൊക്കെയാണ് ഈ മതിലിന്റെ ഉള്ളില്. അവർക്ക് ഐഡിയ ഉണ്ടെങ്കിലൊക്കെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. അവർക്ക് ഈ കാണുന്നത് നമ്മുടെ ഒഫൽ ജയിലാണ് കേട്ടോ. അതിന്റെ അടുത്തുള്ള ഒരു ജയിലും കൂടിയാണ് ഈ കാണുന്നത്. അയ്യോ, ഇതിന്റെ അകത്ത് എത്ര ആളുകളെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും വില്ലേജുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന വാളാണ് കേട്ടോ ആ കാണുന്നത്. ഈ റോഡിന്റെ നടുക്കൂടെ നമുക്ക് സുഖമായിട്ട് പോവാം. അപ്പുറത്തും ഇപ്പുറത്തും അവരെ എന്താ പറയാ തുറങ്കിൽ അടച്ചു പോലെയാണ് കേട്ടോ. ഇപ്പുറത്ത് രണ്ട് ഭാഗത്തും ആൾക്കാരെ ഇട്ടേക്കുന്നത്. That is also right? Close, right? To be honest, I don't know exactly. I think that place is Judah and Samaria. But we can check. בעוד 3.1 קילומטרים. יציאה אל 446 מודיעין עילית. നമ്മൾ നേരത്തെ കണ്ട ചെക്ക് പോയിന്റ് നമ്മൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തോട്ട്, അതായത് ഇസ്രായേൽ ടെറിട്ടറിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള ചെക്ക് പോയിന്റ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അവിടെ ഞാൻ നോക്കിയപ്പോൾ വേറൊരു മതസ്ഥനായിട്ടുള്ള, അതായത് അവരവിടെ കാറിൽ പിടിച്ച് നിർത്തിയിട്ടേക്കാണ്. അല്ലാത്ത ആളുകൾക്ക്, ജൂയിഷ് ആളുകൾക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇനി അവരുടെ വില്ലേജിലോട്ട് വന്നു. വാട്ട്സ് എ വില്ലേജ് നെയിം? This is Farut village. Booth village. Farut. Farut, it's a name of from the Torah. Torah. Oh, okay. From the Tanakh. Ina is asking. നമ്മൾ അടുത്ത വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. This is your village, right? Yes. Oh, നമ്മൾ ഇവരുടെ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. This is a city. Sorry. What's the name of the city again? Modi'in Elite. Modi'in. So here all the people are from Jewish. It's a name of old city. Old city. Yes. So it's a Jewish village, From Jewish that city. time. It's a religion Jewish. Religion Jewish city. ഇച്ചേക്കുന്ന അയ്യോ. ഹലോ. ഹായ്. ഷലോം. നമ്മൾ വന്നിട്ടുള്ള ഇവിടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള വില്ലേജ് ആണ് കേട്ടോ. നൈസ് കേട്ടോ, അടിപൊളി. ഷലോം. എല്ലാരും വായിച്ചോണ്ട് പോവാണ് കേട്ടോ നടക്കുമ്പോൾ. ആരുടെ ഒരു കാറ് കിടക്കുവാണ് കേട്ടോ. ഓ, Something very interesting. There is is human bone? Can I see closer? മനുഷ്യന്റെ ബോണാണോ? No, it's not. ഏതോ മൃഗത്തിന്റെ എന്തോ സംഭവമാണ് കേട്ടോ. അതിന്റെ പല്ലും എന്തൊക്കെയാണ്. ഒരാളുടെ എന്തോ ആരുടെയാ എന്തോ കേട്ടോ. ഇത് പുള്ളിക്കാരൻ കാണാനില്ല എന്ന് തോന്നുന്നു. ഇതാരുടെ ഒരു വണ്ടിയാണ് കേട്ടോ. സംഭവം കുറെ നാളായിട്ട് ഇവിടെ കിടക്കുന്നു എന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ കഥകൾ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോട്ടെ. ഈ ഒരു സിറ്റിക്ക് ഒരു 30-40 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. അതായത് ഇതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പലസ്തീൻ ആളുകളുടെ സ്ഥലമായിരുന്നു. അത് ഇവിടെ സ്വാഭാവികമായിട്ട് കുറേ നാൾക്ക് ശേഷം പല ആളുകൾ വന്ന് അത് കയ്യേറി ഇതുപോലെയുള്ള പല വീടുകളായിട്ട് വെച്ചു. അങ്ങനെ ഇത് 40 വർഷമായിട്ട് ഒരു ചെറിയൊരു ടൗൺ സിറ്റി ആയിട്ട് മാറി. ഇത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളുടെ മാത്രം സ്ഥലമാണ് കേട്ടോ. പിന്നെ സെക്യുലർ ആയിട്ടുള്ള വേറെ ആളുകളുടെ സെറ്റിൽമെൻറ്റ് ഏരിയാസ് ഉണ്ട്. നമ്മളങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോവാണ്. അമ്മമാരെ ഒളിച്ചു നോക്കുവാണ് കേട്ടോ. കൊച്ചു കുട്ടികൾ നമ്മൾ കയറി എങ്ങോട്ടോ പോകുന്നുണ്ടല്ലോ. ഞാനിതാണ്ട് അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര പുള്ളിക്കാരിയുടെ അമ്മയെന്ന് പറയുമ്പോൾ റിലീജിയസ് ആണ്. ഭയങ്കര മതപരമായിട്ടുള്ള ജൂതമതമായിട്ട് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ളവരൊക്കെയാണ്. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. എന്നെ ഭയങ്കര രീതിയിൽ അവർ കെയർ ചെയ്തു, എന്നെ ഇൻവൈറ്റ് ചെയ്തു. അവരുടെ വീട്ടിൽ ഇന്ന് ഷബാത്താണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അവരുടെ വീട്ടിൻ്റെ പ്രധാനപ്പെട്ട
ഇവിടെ നമ്മുടെ ഷബാത്തിന് വേണ്ടി അവർ ഓൾറെഡി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ അവർ വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് അവർ പ്രാർത്ഥിച്ചാൽ പിന്നെ അവർ അതിനുശേഷം ഒരു വർക്കും ചെയ്യില്ല. അതിന് മുമ്പ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ഇതിനുശേഷം അവർ വർക്കൊന്നും ചെയ്യൂല. ഓക്കെ, my mother lights, I think, every day. Okay. For the, I don't know if it exists in other, maybe Christian also do that. Evening. For people who die. I mean, yes. Also Rabbi Ner, that's Imam. It's not alive. He's not alive. Yeah, this one is from 100 years ago. His name is Israel ഇസായമായി വലിയ വിശുദ്ധ ഹോളി ആയിട്ടുള്ള വലിയ ആളുകളാണ് കേട്ടോ. This one is a holy one from this town. This generation. ഈ ജനറേഷനിലുള്ള ഇത് മൂന്നും അങ്ങനത്തെ ഹോളി ആയിട്ടുള്ള കുറച്ച് ഇവരുടെ വലിയ ആളുകളാണ്. അവരുടെ ഇതിനൊക്കെ വേണ്ടി തിരികത്തിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി വെള്ളിയാഴ്ച വൈകുന്നേരം ഈ തിരി കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് അവർ ആഹാരം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ ഷബാത്തിന് വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തോട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മൾ ഷബാത്ത് തുടങ്ങിയാൽ ഷബാത്തിന് ശേഷം ഫോണിൽ പിക്ചർ എടുക്കൂല. ആഫ്റ്റർ ഷബാത്ത് യു ഡോണ്ട് യൂസ് യുവർ ഫോൺ in Shabbat. In Shabbat. Yes. ഹലോ, അവള് ഭയങ്കര ഷൈ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഷബാത്ത് സമയത്തിൽ അവർ ഫോട്ടോയൊന്നും എടുക്കൂല. ഇപ്പൊ ഷബാത്തിന് തിരികെ കൊടുത്തിയോണ്ടാണ് ഞാൻ അമ്മയുടെ ഫോട്ടോയൊന്നും അമ്മയുടെ ചിത്രമൊന്നും വീഡിയോ ഒന്നും എടുക്കാത്തത് കേട്ടോ. ഞാനിവിടെ ബാത്റൂമിൽ നിന്ന് വന്ന് കുളിച്ചിറങ്ങിയപ്പോ ഇത് കണ്ടോ, ദിസ് ഈസ് ഷബാത്ത് ഷലോം. സോറി, yes, a reminder for us to not shut and to not on and to not switch it off and on. ഇത് ഒരു റിമൈൻഡർ ആണ് കേട്ടോ. അതായത് ഇവർ ഷബാത്ത് ദിവസം ലൈറ്റ് ഓൺ ചെയ്താൽ അത് പിന്നെ ഓഫ് ചെയ്യില്ല. അപ്പോൾ അതിനുള്ള റിമൈൻഡർ ആണ്. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് കേട്ടോ. ഇന്ന് രാത്രി മുതൽ ഇനി നാളെ രാത്രി വരെ ഇവർ ഈ ലൈറ്റ് ഓഫ് ചെയ്യില്ല. അതിൻ്റെ ഉള്ള റിമൈൻഡർ ആണ്. ഓൺ ആയിരുന്നാൽ അതുപോലെ ഓണാക്കി ഇട്ടാം, ഓഫ് ആണെങ്കിൽ ഓഫാക്കി ഇട്ടണം. ആ കാണുന്നതാണ് നമ്മുടെ സിനഗോഗ്. അവിടെ ആണുങ്ങളെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുവാണ് കേട്ടോ. അവിടെ നിന്ന് ആണുങ്ങളെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് തിരിച്ചു വരും. അപ്പോൾ അവർ വീട്ടിലോട്ട് തിരിച്ചിട്ട് വന്നിട്ട് മാത്രമേ നമ്മൾ ഈ കാണുന്ന ഭക്ഷണങ്ങളെല്ലാം ഈ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ കഴിക്കുള്ളൂ. അതായത് അവരുടെ വിശ്വാസപ്രകാരം ആണുങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് അവർ എല്ലാവരും കൂടെ ഇരുന്ന് ഷബാത്ത് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ അതാണ്ട് ടേബിളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഈ സമയത്ത് ഇവർ മൊബൈൽ ഉപയോഗിക്കില്ല, മൊബൈലിൽ നോക്കൂല. എൻ്റെ അടുത്തേക്കുന്ന ചേച്ചി ആരും മൊബൈലിലൊന്നും നോക്കൂല കേട്ടോ. ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. സാധാരണ ആരും മൊബൈൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ എനിക്ക് വേണ്ടി അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിരിക്കണം. അവർ വിശ്വസിക്കുന്ന പ്രകാരം പള്ളിയിൽ നിന്ന് ആണുങ്ങൾ വരുമ്പോൾ അവര് മാലാഹീൻ എന്നാണ് അവർ പറയുന്നത്. മലാഹീൻ എന്നാണ് പറയുന്നത്. നമ്മൾ മാലാഹീൻ എന്ന് പറയും. മാലാഖമാരെയും കൊണ്ട് അവർ വരും. അപ്പൊ എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കും. ഷബാത്ത് ഷാലോം എന്നൊക്കെ പറഞ്ഞ് കഴിക്കും. അപ്പൊ അവർക്ക് താണ്ടേ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഫാമിലി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാം നല്ല അടിപൊളിയാണ്. ഭയങ്കര വെൽക്കമിങ് ആണ്. മാത്രമല്ല എനിക്ക് ഷബാത്ത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. അതെനിക്ക് കിട്ടുകയും ചെയ്തു. അത് നിങ്ങളുടെ മുന്നിൽ ചെറുതായിട്ട് കാണിക്കാനുള്ള അവസരവും കിട്ടി. ജൂതിസം ആക്ച്വലി കേട്ടെടുത്തോളം കറക്റ്റ് ഇസ്ലാമുമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടാണ്. ജൂതമതത്തിൽ 3 പ്രേയേഴ്സ് ഉണ്ട്. 3 പ്രേയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രേയേഴ്സ് ആണ്. Wow. But it will not go out? It's okay? It's good. Yeah, very good. ഞാൻ സിനഗോഗിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. ഞാൻ പള്ളിയിൽ പോയപ്പോൾ പള്ളിയിൽ ഓൾറെഡി പ്രയറെല്ലാം ഫിനിഷ് ആയി കേട്ടോ. അവർ ഭയങ്കര എന്നെ നല്ലതുപോലെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ ചോദിച്ചു ഷബാത്ത് ഉണ്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കഴിക്കുവാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മാത്രമല്ല അവരെന്നെ കൊണ്ട് ചുംബിച്ചു കേട്ടോ. മറ്റേ അവരുടെ പ്രാർത്ഥന ചെയ്യുന്ന ഒരു, നിങ്ങളിപ്പോൾ ലാസ്റ്റ് അവസാന വീഡിയോയിൽ കണ്ടില്ലേ, ഒരു കർട്ടൻ പോലത്തെ ഉള്ള സംഭവം, അതിൽ കൊണ്ട് എന്നെ ചുംബിപ്പിക്കുകയൊക്കെ ചെയ്തു. അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. הקדוש ברוך הוא בואכם לשלום מלאכי השלום מלאכי עליון מי מלך מלאכי המלכים הקדוש
הקדוש ברוך הוא. בואכם לשלום, מלאכי השלום, מלאכי העליון. מי מלך מלכי המלכים, הקדוש ברוך הוא. מי מלך מלכי המלכים, הקדוש ברוך הוא. עלי ברכוני לשלום, מלאכי השלום, מלאכי עליון. מי מלך עליון, מי מלך מלכי המלכים, הקדוש ברוך הוא. אשת חיל נמצא ורחוק מפנינים, מיכה בטח בלב בעלה, ושאלה לא יחסר, בלט הוא טוב ולא רע, כל ימי חייה דרשה צמר ופשתים, וטס בחפץ כפיה. הייתה כאוניות סוחר, ממרחק תביא לחמה, ותקום בעוד לילה, ותיתן טרף לביתה וחוק לנערותיה, נמם השדה ותיקחהו, מפרי כפיה נטע כרם, חגרה באוזנותיה, ותאמץ זרועותיה, תמה כי טוב שכרה, לא יכבה בלילה נר, על ידיה שילחה בחישו, וכפיה תמכופה לך, כפה פרסה לעני, וידיה שילחה לעגן, לא תירה לביתה משאלה, כי כל ביתה בושני, מרבדים עשתה לה, שש ואגם הלבושה, נודע בשער עם בעלה, בשבטו עם זקני ארץ הדין, עשתה בתים קור, וחגור נתנה לכנעני, עוז ויד לחוכמה, ותורת חסד לשון הצופיה, להליכות ביתה, ולחם עצות לא תאכל, קמו בניה וישרוה, בעלה ויעלל הרבות בנות עשו חיל, והטלית על כולן שקר. നമ്മളിപ്പോൾ പാടിയ അതെന്ന് പറയുമ്പോൾ നമ്മുടെ തോറയുടെ വേറെ സബ് ഗ്രന്ഥങ്ങളുണ്ട്, പല ഗ്രന്ഥങ്ങളുണ്ട്, തോറയുടെ പല കഥകളായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിൻ്റെ ഇതാണ് കേട്ടോ നമ്മുടെ മൗലൂദ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജൂതമതത്തിലുള്ള യഹൂദർക്കുള്ള ഒരു പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് വായിച്ചത്. അത് സാധാരണ ഈ ആണുങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ആണുങ്ങളാണ് സാധാരണ അത് വായിക്കാറ്. ചിലപ്പോൾ അവർ പാട്ട് പോലെ പാടും, ചില വേറെ രീതി പാട്ട് പോലെ പാടും, ചില ആളുകൾ ഇത് വായിച്ചു പോകും. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഇപ്പം ഇന്ന് ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വായിച്ചതാണ്. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മോ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീട്ടിൽ ശബാത്ത് തുടങ്ങിയപ്പം ആദ്യം നമ്മൾ അമ്മ വന്നിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അമ്മ വന്നിട്ട് ഒരു മുന്തിരി വൈൻ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ്സിൽ നിറച്ചു, പിന്നെ കുറച്ച് ആദ്യം മുന്തിരി ജ്യൂസ്, പിന്നെ കുറച്ച് വൈന്, പിന്നെ അതിലെന്തൊക്കെ ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് കുടിച്ചു. എന്നിട്ട് കുറച്ച് നമ്മൾ തോറയുടെ ആ പുസ്തകങ്ങളില്ലേ അത് കുറച്ച് വായിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് കൊണ്ടുവന്നിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ആദ്യം ഉപ്പിൽ മുക്കിയിട്ട് പുള്ളിക്കാരി കഴിച്ചു. പിന്നെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഉപ്പിൽ മുക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് അത് കഴിച്ചു. പിന്നെ നമ്മൾ കൈ കഴുകുന്ന രീതി എന്ന് പറയുമ്പം ഒറ്റ കൈ കൊണ്ട് ഒരു കപ്പ് എടുത്തിട്ട് ഒരു കൈ കൊണ്ട് 3 പ്രാവശ്യം ഒഴിക്കണം. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് അപ്പുറത്തെ കൈ 3 പ്രാവശ്യം ഒഴിക്കണം. ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, വേറെ ലെവൽ കേട്ടോ. പുള്ളിക്കാരിയുടെ അമ്മയെന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹം കേട്ടോ, എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ ഇതാണ്ട് തിരിച്ചു പോവാണ്. ശബാത്ത് ആയതുകൊണ്ട് ഇന്ന് വണ്ടിയൊന്നുമില്ല, ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല.
ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ലാസ്റ്റ് പിന്നെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നീട് ഞാൻ ഓൾറെഡി ഇറങ്ങിയോണ്ട് എന്തായാലും ഞാൻ യെറുശലേമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം അവർ ഒരു ദിവസത്തേക്ക് 24 മണിക്കൂർ, ഇന്ന് വൈകുന്നേരം മുതൽ നാളെ വൈകുന്നേരത്തേക്ക് വരെയുള്ള ആഹാരങ്ങൾ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ല, ആഹാരം ഒന്നും വേറെ ഉണ്ടാക്കില്ല, വേറെ എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ മൊബൈലൊന്നും ഉപയോഗിക്കില്ല. ഫാമിലിയുടെ കൂടെ ഒക്കെ ആയിരിക്കും ആ സമയം വായന അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥന, അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ അവർ ഇതിനിടയിൽ സ്വിച്ച് ലൈറ്റ് ഓൺ ആയിരുന്നാൽ അതുപോലെ തന്നെ കിടക്കും, അവരൊന്നും ചെയ്യില്ല, ഓഫ് ചെയ്യില്ല, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു, കുറേ തരത്തിലുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഇനി നാളെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം കുക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്നത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് വൈകിട്ട് തൊട്ട് നാളെ വൈകുന്നേരം വരെ ഈ വഴിയിൽ ആരും വണ്ടി പോകാൻ പറ്റില്ല. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും അവർക്ക് വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വേണമെങ്കിൽ അവർക്ക് വണ്ടി പുറത്ത് പാർക്ക് ചെയ്യായിരുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ആകെ പോകുന്നത് ആംബുലൻസ് മാത്രമായിരിക്കും. കാരണം ഇവിടെ ഫുള്ള് ഈ ഏരിയയിൽ താമസിക്കുന്ന ഫുള്ള് റിലീജിയസ് ആയിട്ടുള്ള ഫാമിലീസ് ആണ് കേട്ടോ. അതുകൊണ്ട് അവർ അലോ ചെയ്യില്ല കേട്ടോ. ഫുള്ള് വിജനമാണ്, റോഡ് ഫുള്ള് കാലിയാണ് കണ്ടോ. ഇതാ ഇതുപോലെ വല്ല ആംബുലൻസ് ഒക്കെയാണ് കേട്ടോ ഈ റോഡിൽ കൂടെ പോകുന്നതും വരുന്നതും എല്ലാം ആംബുലൻസുകൾ മാത്രമേ ഉള്ളൂ. എനിക്കിന്ന് ലിഫ്റ്റ് കിട്ടുമെന്നോ, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ലിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ യെറുശലേമിലെത്താമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, പുള്ളിക്കാരി ഭയങ്കര കോമഡിയാണ് കേട്ടോ, ഭയങ്കര ഫണ്ണാണ് കേട്ടോ പുള്ളിക്കാരി. വീട്ടിൽ ഇരുന്ന് കോമഡി അടിച്ചത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവർ ഷബാത്തിന് അങ്ങനെ വീഡിയോ എടുക്കില്ല. ഭയങ്കര കോമഡിയാണ് കേട്ടോ, ഫുൾ കോപ്രായകളും അടിപൊളിയായിരുന്നു. വീട്ടിൽ നിന്ന് ചിരിച്ചിരിച്ച് ചത്ത്. അവരെന്നെ റോഡിൽ ലിഫ്റ്റ് കിട്ടാൻ വേണ്ടി അവരെ വെയിറ്റ് ചെയ്യുവാണ്. ആരോ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, എല്ലാവരും കൂടെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഓടുവാണ് അവിടെ. תודה רבה. I'll be waiting for you at 6 o'clock. 6:20. 6:20 I'll be waiting. Bye. תודה רבה. Thank you bro. What's up? Good bro. അതായത് 6:30 മാത്രമേ ഇനി അവള് നാളെ രാത്രിയെ മൊബൈൽ തുറക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് നിന്റെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുമെന്ന്. How are you? My name is Mahin. Nice. I'm Yuval. Yuval, nice to meet you bro. അങ്ങനെ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി ഇതാ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ കാർഡ് വരച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്യൂൽ എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അടിക്കാം. പൈസ കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ കൗണ്ടറിൽ പൈസ കൊടുത്താൽ മതി. ഇതാണ്ട് അവിടെ കൗണ്ടറിൻ്റെ അകത്ത് ആളിരിപ്പുണ്ട്. 1 ലിറ്ററിന് പെട്രോളിന് പോലും ഇവിടുത്തെ 7 ഷെക്കൽ 7.20, അതായത് 160 രൂപയാണ് കേട്ടോ. സോ എക്സ്പെൻസീവ് പെട്രോൾ. ഇൻ ഇന്ത്യ ഇറ്റ്സ് ചീപ്പ്. That's 200 shekels. 200 shekel. 27 liters, not gas. 27 ലിറ്ററിന് 4000 എത്ര രൂപയായി കേട്ടോ. 4600 രൂപ അടുപ്പിച്ചായി. ഇവിടെ ഫുള്ള് ചെക്ക് പോയിന്റ് ആണല്ലോ. ഫൈനലി വി പാസ് ചെക്ക് പോയിന്റ്. Thank you bro, thank you so much. Because of you I can easily go to checkpoint. But for me also it's okay, right? Okay. അറബ്സ് ആണെങ്കിലാണ് കേട്ടോ ടഫ്. അറബ്സ് ആണെങ്കിൽ മേ ബി ഫുള്ള് ചെക്ക് ചെയ്യും. അല്ലാത്ത ടൂറിസ്റ്റുകൾക്കൊന്നും വലിയ പ്രശ്നമല്ല, പിന്നെ ഇവർക്കും വലിയ പ്രശ്നമല്ല. If they are Arabs from Israel side also they have problem? No. From West Bank side. West Bank side. അത് കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു CS വഴിയുള്ള ഒരു പുള്ളിക്കാരിയുടെ അടുത്ത് സ്റ്റേ ചെയ്യുവാണ്. പുള്ളിക്കാരി ആക്ച്വലി പുള്ളിക്കാരിയുടെ 2ാം വയസ്സിൽ അർജന്റീനയിൽ നിന്ന് കുടിയേറി വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പം പുള്ളിക്കാരി അർജന്റീന സോറി എവിടെ നിന്നോ വന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മൂറിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോയത്. അത് ആക്ച്വലി പലസ്തീനിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അത് ഇല്ലീഗൽ സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞു. അതായത് അതൊക്കെയെന്ന് പറയുമ്പോൾ 1948 ശേഷം ബ്രിട്ടീഷ് ഒരു ലൈന് അവർ ചെയ്തല്ലോ, പലസ്തീൻ ടെറിട്ടറി, ഇസ്രായേൽ ടെറിട്ടറി എന്ന് പറഞ്ഞ് 2 സ്റ്റേറ്റിനുള്ള ഇതാക്കിയല്ലോ. അപ്പം അതിനുശേഷം ഇങ്ങനെ ഇവർ അക്രമത്തിലൂടെയും പല സംഭവങ്ങളിലൂടെയൊക്കെ ആയിട്ട് വേറെ ആളുകൾ ഇങ്ങനെ വന്നിട്ട്, അതായത് ഇമിഗ്രൻസ് ധാരാളം വരുന്നുണ്ടായിരുന്നല്ലോ. അതിനുശേഷം 1942 ശേഷം
പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നല്ലോ. അപ്പം ഇവർ ഈ IDF എന്ന് പറയുന്ന പട്ടാളക്കാരുടെ കൂടെ അവരുടെയും കൂടെ സഹായത്തോടെ ഇവർ ഈ പലസ്തീൻ ലാൻഡിൽ കയറിയിട്ട് അത് അവരുടെ ലാൻഡാണെന്ന് എഴുതി തീർത്ത് അവിടെ വീടുകൾ വെച്ച് അങ്ങനെ അത് നഗരമായിട്ട് മാറും. അങ്ങനെയാണ് ഇപ്പോൾ പലസ്തീൻ ടെറിട്ടറിയിൽ ധാരാളം ഇസ്രായേലീസ് താമസിക്കുന്നത്. അറബ് വില്ലേജ് എന്നും ഉണ്ട്, ജൂ വില്ലേജ് എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു വില്ലേജിലാണ് ഞാൻ പോയത്, ഓർത്തഡോക്സ് ജൂസ് ഉള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വലിയ ഓർത്തഡോക്സ് അല്ല, ബാക്കി ആ വില്ലേജിലുള്ള ആളുകളെല്ലാം ഭയങ്കര ഓർത്തഡോക്സ് ആണ്. പക്ഷെ അവരെല്ലാം നല്ല സ്നേഹമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് അത് ഒരു ഇല്ലീഗൽ സെറ്റിൽമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിത് ഈ വരുന്ന വഴിയിൽ ഹിച്ചേക്ക് ചെയ്ത് വന്നത് ഒരു IDF കാരൻ്റെ ആയിരുന്നു, ഒരു പട്ടാളക്കാരൻ്റെ അവിടെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം അതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇറാനാണെന്ന് പറഞ്ഞു കേട്ടോ, അതായത് ഇവരുടെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ പുള്ളിക്കാരനും അങ്ങനെ ഇറാനിലുള്ള ആൾക്കാരുടെ അടുത്തൊന്നും വേറെ വിദ്വേഷമൊന്നുമില്ല. അവർ കൺട്രി എന്താ പറയുക, ഇത് മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ലാസ്റ്റ് പുള്ളിക്കാരൻ എന്നെ ഇവിടെ കൊണ്ടാക്കി തന്നു. എനിക്ക് എവിടെ പോകണം അവിടെ കൊണ്ടാക്കി എൻ്റെ ഹോസ്റ്റിൻ്റെ അടുത്ത് പുള്ളിക്കാരൻ വിട്ടിട്ടാണ് കേട്ടോ പോയത്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, നമ്മൾ ഇറാനെ പോലെ അത്രയും ഹോസ്പിറ്റാലിറ്റി ഒന്നും ഇല്ല, എന്നാലും നമ്മൾ ഇത്രയെങ്കിലും ഇത് നമ്മൾ കാണിക്കും, അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടാക്കുവാണെന്ന്. നല്ല പാവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ മാത്രമല്ല ഇതിനിടയിൽ ഞാൻ മറന്നൊരു കാര്യം, ഞാൻ ഇന്നലെ ഷബാത്ത് കഴിക്കാൻ വേണ്ടി പോയില്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേൻ്റെ അടുത്ത് ഞാൻ ഒരു മുസ്ലിമാണെന്നുള്ള കാര്യം ഞാൻ മറച്ചു വെച്ചായിരുന്നു. അതായത് എൻ്റെ ഫ്രണ്ട് എന്നെ പറഞ്ഞു, അമ്മേൻ്റെ അടുത്ത് പറയണ്ട ഞാനൊരു മുസ്ലിമാണെന്നുള്ളത്. അപ്പോൾ അല്ലാത്ത രീതിയിൽ വന്നാൽ മതി. അതായത് ഇവരുടെയൊക്കെ ഒരു മനസ്സിൽ ഇസ്രായേൽ എന്ന് പറയുമ്പം ഇന്ത്യക്കാരെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും ഹിന്ദുക്കളാണ് എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉത്തരേന്ത്യയിൽ പോയപ്പോഴാണ് ഞാൻ മതം മറച്ചു വെച്ച് യാത്ര ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഞാൻ ഈ ഒരു രാജ്യത്താണ് മതം മറച്ചു വെച്ച് യാത്ര ചെയ്തിട്ടുള്ളത്. എന്നാലും പല ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ സത്യം തന്നെ പറയും, പക്ഷേ പലപ്പോഴും മറച്ചു വയ്ക്കാറുണ്ട്. പിന്നീട് ആ ഒരു അമ്മ ഞാൻ മറച്ചു വെച്ചിരുന്നു. അത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതുകൊണ്ടാണ് അവളുടെ അമ്മയുടെ അടുത്ത് പറയാത്തത്. കാരണം പുള്ളിക്കാരി ഓർത്തഡോക്സ് ആണ്. എന്നാലും പുള്ളിക്കാരിയുടെ ആ ഒരു സ്നേഹവും എൻ്റെ അടുത്തുള്ള വാത്സല്യം എല്ലാം കണ്ടപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളിക്കാരി എൻ്റെ അടുത്ത് നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പോൾ ഷബാത്ത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഷബാത്ത് ഇന്നലെ വൈകിട്ടായിരുന്നു, ഇന്ന് വൈകിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് ഒരു 2 മണിക്കൂറോടെ കഴിയുമ്പോഴേ സൺസെറ്റൊക്കെ കഴിയുള്ളൂ. അപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ റിവ്കയൊക്കെ ഒന്ന് ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ. റിവ്ക ഇന്നലെ 24 മണിക്കൂറായിട്ട് ഓൺലൈനിലൊന്നുമില്ല. അപ്പോൾ അവരങ്ങനെയാണ് കേട്ടോ. ഷബാത്ത് ആചരിക്കുന്നവർ അങ്ങനെ ആയിരിക്കും ആചരിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആക്കൂല, ഈ സെക്യുലർ ആയിട്ടുള്ള ആളുകളൊന്നും ആക്കൂല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഇവരും അങ്ങനെ എപ്പോഴും മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും അത് ഷബാത്ത് എന്ന് പറയുന്ന സംഭവം ഇല്ല. പക്ഷെ ഷബാത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ആക്ച്വലി അതിൻ്റെ ഒരു അർത്ഥം അടിപൊളിയാണ്. കാരണം അതായത് ഫാമിലിയുടെ കൂടെ ഒന്നിച്ച് വേറെ സംഭവങ്ങളിലൊന്നും ഇല്ലാതെ വർക്കൊന്നും ചെയ്യാതെ ഒന്ന് ഫ്രീ ആയിട്ട് ഫാമിലിയുടെ കൂടെ ഉള്ള ഒരു സമയം, അതൊക്കെയാണ്. 24 മണിക്കൂർ ഫോൺ ഉപയോഗിക്കാതിരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു 2-3 മണിക്കൂറെങ്കിലും അങ്ങനെ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. ആ ഒരു കൾച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു ജൂയിഷ് കൾച്ചർ, ഷബാത്ത് കൾച്ചർ. 24 മണിക്കൂർ ഇല്ലെങ്കിലും 24 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഫാമിലിയുടെ കൂടെ ആണല്ലോ, എല്ലാവരും ഫാമിലിയുടെ ഒരു സ്ഥലത്ത് മനസ്സിലായത്. അപ്പോൾ അത് ഭയങ്കര അടിപൊളി കൾച്ചറാണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ആക്ച്വലി നിങ്ങൾ ഏത് മതമാവട്ടെ ഷബാത്ത് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിൽ ട്രൈ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു 24 മണിക്കൂറൊന്നും വേണ്ട ഇപ്പോഴത്തെ കാലത്ത്, അതൊന്നും പോസിബിൾ അല്ല. നിങ്ങൾ 5 മണിക്കൂർ ആഴ്ചയിൽ ഷബാത്ത് ചെയ്ത് നോക്കും. നിങ്ങൾ ഫാമിലിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ലഞ്ചും ഡിന്നറും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, അടിപൊളിയായിരിക്കും. എല്ലാ ഫാമിലീസും വീട്ടിൽ തന്നെ നിന്നിട്ട് വേറെ മൊബൈലൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല. ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.